നമസ്കാരം. കേരളത്തിലെ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്ക് റവന്യൂ റിക്കവറി ഓൺലൈൻ സൈറ്റിൽ അവരുടെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന സഹായിയായിട്ടുള്ള വീഡിയോയാണ് ഈ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റവന്യൂ റിക്കവറി സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഓൺലൈൻ എന്നാണ് സൈറ്റിൻ്റെ പേര്. ആ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റവന്യൂ അതോറിറ്റി ലോഗിൻ എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്ക്രീനിന് നീല കളറാകുന്നു. നമുക്ക് തന്നിട്ടുള്ള പെൻ നമ്പറും പാസ്വേഡും തന്നിട്ടുള്ള ഒരു ക്യാപ്ഷനും അടിച്ചു കഴിഞ്ഞാൽ സൈറ്റിലോട്ട് പ്രവേശിക്കാൻ കഴിയും. ആ സൈറ്റിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP വരും. ആ OTP കൂടി നമ്മളതിൽ ലഭ്യമാക്കിയാൽ നമുക്ക് സൈറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇങ്ങനെ സൈറ്റിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ആദ്യം ആരാണോ യൂസറിൻ്റെ പേരും ഡീറ്റെയിൽസ് വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഓൺലൈൻ വന്നതിന് ശേഷം ആ വില്ലേജിൽ ആകെ നടത്തിയ ഡിമാൻഡ് നോട്ടീസ്, കളക്ഷൻ്റെ വിവരങ്ങളാണ്. ഇങ്ങനെ സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ ഡാഷ് ബോർഡിൽ ആ വില്ലേജിലെ ഇൻബോക്സിൽ എത്ര ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൽ റിട്ടേൺ ചെയ്ത കേസുകൾ, അങ്ങനെ ഡാഷ് ബോർഡിൽ കുറച്ച് വിവരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇൻബോക്സ് സെലക്ട് ചെയ്തെടുക്കണം. ഇൻബോക്സിലാണ് ആ വില്ലേജിലേക്ക് വന്നിട്ടുള്ള നോട്ടീസുകളെല്ലാം, ഡിമാൻഡ് നോട്ടീസുകളെല്ലാം വന്ന് കിടക്കുന്നത് SBIയുടെ ലോഗിനിൽ ഇൻബോക്സിലാണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് 10 നോട്ടീസേ നമുക്കതിൽ ആദ്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സൈഡ് മുകളിൽ കാണുന്ന ഈ ബട്ടണിൽ നിന്നും നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാം. 25, 50, 100 എന്നിങ്ങനെ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ നോട്ടീസുകൾ ഒരേ സമയം കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ആ നോട്ടീസിൽ കാണുന്ന നോട്ടീസുകൾ നമ്മൾ ചെയ്യേണ്ടത് ഫോൺ നമ്പർ 1ഉം 10ഉം, അതായത് കക്ഷിക്ക് കൊടുക്കേണ്ട, ഡിഫാൾട്ടർക്ക് കൊടുക്കേണ്ട നോട്ടീസുകളാണ്. 7-ാം വകുപ്പ് പ്രകാരവും 34-ാം വകുപ്പ് പ്രകാരമുള്ള നോട്ടീസുകളാണ്. അത് ഫോൺ നമ്പർ 1 എന്നും ഫോൺ നമ്പർ 10 എന്നും കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ആ നോട്ടീസിനെ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത് ബന്ധപ്പെട്ട കക്ഷിക്ക് ആ നോട്ടീസ് നമ്മൾ യഥാവിധി നടത്തിയ VFIയും വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തൽ വരുത്തിയതിന് ശേഷം ആ നോട്ടീസ് നമുക്ക് ഈ ഓൺലൈനായിട്ട് തന്നെ നോട്ടീസ് സെർവ് ചെയ്യാൻ കഴിയും. അതിന് ഈ നോട്ടീസ് ഒപ്പിട്ട് നോട്ടീസിനെ സ്കാൻ ചെയ്ത് ആദ്യം നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് ഒരു പേര് കൊടുത്ത് മാറ്റിയതിന് ശേഷം ഇതിൽ സെർവ്ഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ നീല ബട്ടണിൽ കാണുന്ന ഡിമാൻഡ് നോട്ടീസ് സെർവ്ഡ്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും VFIയുടെ പേര്, സെർവ് ചെയ്ത തീയതി, അങ്ങനത്തെ കുറച്ച് വിവരങ്ങൾ അതിൽ ചോദിക്കും. ആ ചോദിക്കുന്ന വിവരങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. റിമാർക്സ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. റിമാർക്സ് കോളത്തിൽ ഈ കക്ഷിയുടെ ഫോൺ നമ്പറോ ആ വീട് കണ്ടെത്താനുള്ള ലൊക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബ്രൗസ് ഓപ്ഷനിൽ ഈ സെർവ് ചെയ്ത നോട്ടീസിൻ്റെ കോപ്പി കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്കത് സേവ് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്കും, സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ നോട്ടീസ് സെർവ് ചെയ്തായിട്ട് കാണിക്കും. നോട്ടീസ് സെർവ് ചെയ്യുന്നത് ഡിഫാൾട്ടർക്ക് കൊടുത്തോ, ഫാമിലി മെമ്പർക്ക് കൊടുത്തോ, അഫിക്സ് ചെയ്തതാണോ എന്നുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്താണോ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നോട്ടീസ് സെർവ് ആയിരിക്കും. കൂടാതെ ആ കാണുന്ന ലിസ്റ്റിൽ ആ ഫയൽ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, നോട്ടീസിൽ ഇല്ലാത്ത മറ്റു വിവരങ്ങൾ കൂടി കാണാൻ കഴിയും. ഡിഫാൾട്ടറിൻ്റെ ഫോൺ നമ്പർ, അഡ്രസ്സ്, ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ കൂടി നമുക്കതിൽ കാണാൻ കഴിയും. ആവശ്യമാണെങ്കിൽ അതുകൂടെ നമുക്ക് നോട്ട് ചെയ്തിട്ട് കക്ഷിക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി സൗകര്യമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഇങ്ങനെ വരുന്ന നോട്ടീസിൽ ഈ കറുത്ത ബട്ടണിൽ നമുക്ക് ആ നോട്ടീസ് എവിടെ നിന്ന് വന്നു, വേറെ ഏതെങ്കിലും വില്ലേജിൽ പോയിട്ട് വന്നതാണോ, ഈ ഫയൽ എവിടെയൊക്കെയാണ് കറങ്ങി വന്നിട്ടുള്ളതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ നോട്ട്സിലടിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വേറെ വില്ലേജിൽ നിന്നൊക്കെ വന്നാണെങ്കിൽ ചിലപ്പോൾ ആളെ കണ്ടെത്താനുള്ള രേഖകളൊക്കെ അതിൽ കാണും. ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലുമൊക്കെ അതിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നോട്ടീസിൽ കാണാൻ കഴിയുന്നത് ഈ മഞ്ഞ, നീല, ചുവപ്പ് 3 ബട്ടണുകളാണ്. ഒരു നോട്ടീസ് വന്ന നോട്ടീസ് നമ്മൾ നോക്കിയ സമയത്ത് ആ നോട്ടീസ് ആ താലൂക്കിൽ തന്നെ വേറൊരു വില്ലേജിൽ ഉൾപ്പെട്ടതാണ്. ആ നോട്ടീസ് നമുക്ക് ആ മഞ്ഞ ബട്ടണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഏത് വില്ലേജാണ് ആ വില്ലേജിലോട്ട് അയക്കാൻ കഴിയും. ആവശ്യമാണെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് വേണമെങ്കിൽ അവിടെ ഒരു ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങളോ കൂടുതൽ അഡ്രസ്സൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് വിടാൻ കഴിയും. കക്ഷിയുടെ ഫോൺ നമ്പർ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് റിമാർക്സ് കോളത്തിലടിച്ച് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വില്ലേജിലേക്ക് അയക്കാൻ വേണ്ടി താലൂക്കിലോട്ട് പോകും. നീല ബട്ടണാണെങ്കിൽ താലൂക്ക് ചേഞ്ചാണ്.
നമ്മളെ ജില്ലയിലെ തന്നെ മറ്റൊരു താലൂക്കിൽ ഉൾപ്പെട്ട ഫയലാണെങ്കിൽ നമുക്ക് അവിടേക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. അതിലും ആ താലൂക്കിൻ്റെ പേര് സെലക്ട് ചെയ്യാം, ആ താലൂക്കിൽ ഏത് വില്ലേജാണെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു റിമാർക്സ് കോളമുണ്ട്, ആവശ്യമായ വിവരങ്ങൾ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതിൽ ചേർക്കാം. അഡ്രസ്സ് ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്. അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും താലൂക്കിലേക്ക് പോകും. അടുത്തത് ചുവപ്പ് ബട്ടൺ എന്ന് പറയുന്നത് ജില്ല വ്യത്യാസമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനാണ്. വേറൊരു ജില്ലയിലെ നോട്ടീസാണ് തെറ്റി വന്നതെങ്കിൽ നമുക്ക് ജില്ലയും ആ ജില്ലയിൽ ഏത് താലൂക്കാണ്, ആ താലൂക്കിൽ ഏത് വില്ലേജാണെന്ന് മനസ്സിലാക്കി നോട്ടീസ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാനും കഴിയും. ഈ കാര്യങ്ങളാണ് അതിൽ കാണുന്നത്. പിന്നെ ഫോൺ നമ്പർ 25 ഉണ്ട്. അത് RRC ഇഷ്യൂ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, കക്ഷിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരുന്ന നോട്ടീസുകൾ ചിലപ്പോൾ കുറച്ച് അധിക നോട്ടീസുകൾ കുറഞ്ഞ സമയത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഈ നോട്ടീസ് പ്രിൻ്റ് എടുത്തത് ഏതാണ് എടുക്കാത്ത ഏതാണെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഫയൽ നമ്പറിൻ്റെ തൊട്ടടുത്തൊരു പ്രിൻ്ററിൻ്റെ ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾഡായിട്ടുള്ള ലെറ്ററുകൾ സാധാ ലെറ്ററിലോട്ട് മാറും. പ്രിൻ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഒരു പ്രിൻ്ററിൻ്റെ പടമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ബോൾഡായിട്ടുള്ള ലെറ്ററുകൾ മാറി സാധാ ലെറ്ററായിട്ട് മാറും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുത്തതായിട്ട് അത് അറിയാൻ കഴിയും.